നല്ല രുചിയുള്ള വെജ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഒരു കടായിലേക്ക് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചോളൂ. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വറുത്ത് മാറ്റി വെക്കാനുണ്ട്. സബോള വറക്കുന്നതിൻ്റെ ഒപ്പം ഉപ്പും അല്പം പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ സബോള നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് കിട്ടും കേട്ടോ. ഇനി ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഞാൻ വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ കോളിഫ്ലവറും കൂടി ഇട്ട് വറുത്തെടുക്കുകയാണ്. കോളിഫ്ലവർ വറക്കുമ്പോൾ അല്പം മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് വെജിറ്റബിൾ മസാല റെഡിയാക്കാം. സെയിം കടായിൽ തന്നെ അല്പം നെയ്യും വെളിച്ചെണ്ണയും ആഡ് ചെയ്തിട്ട് അതിലേക്ക് ഏലക്കായ, ബേ ലീഫ്, ഗ്രാമ്പൂ, കറുവപ്പട്ട, പെരിഞ്ജീരകം, സാജീരകം കിട്ടുകയാണെങ്കിൽ അതും കൂടി ആഡ് ചെയ്തോളൂ കേട്ടോ. എനിക്കത് കിട്ടിയില്ല. ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല മണം വരുമ്പോൾ നമുക്ക് സബോള ആഡ് ചെയ്യാം. സബോളയെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും ആഡ് ചെയ്യണം കേട്ടോ. ഞാൻ ബിരിയാണിയിൽ കറിവേപ്പില ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അത് നമ്മുടെ ബിരിയാണിക്ക് ഒരു നല്ല ഫ്ലേവർ കൊടുക്കും. ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പച്ചക്കറികൾ ആഡ് ചെയ്യാം. ഞാനിവിടെ ക്യാരറ്റും ബീൻസും ആണ് ആഡ് ചെയ്യുന്നത്. കൂടെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യുക. ഉപ്പിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. വെന്ത് വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ബിരിയാണി മസാല ഇതെല്ലാം ആഡ് ചെയ്യാം. പൊടികളുടെ അളവ് നിങ്ങൾ എത്ര റൈസാണ് വേവിക്കുന്നത് എന്നതനുസരിച്ചിട്ട് വേണം എടുക്കാൻ. ഇവിടെ ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് എരിവ് കഴിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്ര അധികം ആഡ് ചെയ്തിട്ടുള്ളത്. പൊടികളിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വറുത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ആഡ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തൈര് ഒഴിച്ചു കൊടുക്കാം. പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ എടുക്കാൻ. ഇത് നന്നായി ഒന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ വെജിറ്റബിൾ മസാല റെഡിയായി. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഒരു വലിയ കടായി വെക്കാം. അടി കട്ടിയുള്ളൊരു പാത്രം വേണം കേട്ടോ എടുക്കാൻ. കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് സബോളയും പച്ചമുളകും ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പില ഇടണം കേട്ടോ. റൈസിനൊരു നിറം ലഭിക്കാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ 1.5 കപ്പ് റൈസാണ് എടുത്തിരുന്നത്. റൈസ് വേവിക്കുമ്പോൾ അതിൽ ഞാൻ അല്പം കുരുമുളകും കറുവപ്പട്ടയും അതുപോലെ വയനയിലയും ഇട്ടിരുന്നു കേട്ടോ. ഇനി ഈ റൈസ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നടുക്ക് ഒരു കുഴി പോലെ ഒരു പാർട്ടീഷൻ എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളുടെ മസാല ആഡ് ചെയ്യാം. വെജിറ്റബിൾ മസാല ആഡ് ചെയ്തതിന് ശേഷം റൈസ് കൊണ്ട് തന്നെ അതൊന്ന് മൂടിക്കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ഉള്ളിയും ഇട്ട് കൊടുക്കുക. അതുപോലെ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. അടി കട്ടിയുള്ള പാത്രമായിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. 5 മുതൽ 7 മിനിറ്റ് വരെ നമുക്കിത് അടച്ച് വെച്ചിട്ട് പിന്നെ തുറന്നതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിക്കാൻ ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല, കാരണം ഇതിൽ നല്ലൊരു കറിയുടെ ഫ്ലേവർ കൂടിയുണ്ട്. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇതാ പാക്ക് ചെയ്തു കേട്ടോ. ഇത് അമ്മയുടെ തന്നെ പാത്രം ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിലെടുത്തിട്ടുള്ളത്. കൂടെ ഞാൻ നല്ല അടിപൊളി ഒരു റൈത്ത കൂടി ഉണ്ടാക്കി. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ.